ഭരത് അടിച്ചു പൊളിച്ചു, സൂപ്പർ ആയിരുന്നു. പക്ഷെ ചിരിക്കൂലെന്ന് ശബ്ദം എടുത്തിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ലല്ലേ. വേണം, എല്ലാരും കൂടെ നിർബന്ധിച്ചാ ചിരിക്കും അല്ലേ? ചിരിച്ചായിരുന്നു. ഓ ചിരിച്ചായിരുന്നു, ഇടയ്ക്ക് വെച്ച് 2 സെക്കൻഡ് ഞാൻ ചിരിച്ചായിരുന്നു. ഓക്കെ, ആ മോഹൻലാൽ സ്റ്റെപ്പ് ഒന്നും കൂടി കാണിച്ചു തരുമോ? വേണം. ഭരത്തെ, ഇതേപോലത്തെ വേറെ എന്തെങ്കിലും കലാപരിപാടികളുണ്ടോ കൈവശം? ഇത്രയൊക്കെ ഉള്ളു അല്ലേ? ഇനി വേണമെങ്കിൽ എടുക്കാം അല്ലേ, സ്റ്റേജസ് കൂടുന്തോറും. ഓക്കെ, അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ദർ ഈസ് നോ പോയിന്റ് ഇൻ മീ സേയിങ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സുജാത ആന്റി. ഹലോ ഭരത്. ഹലോ ആന്റി. എവിടെയാണ് സ്ഥലം? കോട്ടയം. കോട്ടയം. കോട്ടയത്തിൽ നിന്ന് ഭരത്. ഉഗ്രനായിരുന്നു ഭരത്. താങ്ക് യു. എത്ര വയസ്സായി? 11. നല്ല കൊഞ്ചലുണ്ട് പാടുമ്പോ. ഹരോ ഹര എന്ന് പറഞ്ഞു. ഹരോഹര. ഹരോ ഹര. ഭരത്തിന്റെ സിംഗിങ് പക്ഷെ വളരെ മെച്യൂരിറ്റി ഉള്ള സിംഗിങ് ആ ഭരത്. അതിനൊരു കൈയടി കൊടുക്കണം. ചേച്ചി പറഞ്ഞ പോലെ പാടുമ്പോ ചിരിക്കണം കേട്ടോ മോൻ. നല്ല മൂവ്മെന്റ്സ് ആണ് സ്റ്റേജില്, അട്രാക്ട് ചെയ്യേണ്ട എല്ലാവരെയും. പക്ഷെ ചിരി കുറച്ചും കൂടെ വേണം. പാടിയത് മോന്റെ ക്ലീൻ സിംഗിങ് ആണ്. നല്ലോണം സപ്പോർട്ട് ചെയ്ത്. ആരെ പഠിപ്പിച്ചെന്ന് ഡാൻസ് ഒക്കെ? ഇതൊക്കെ ഡാൻസസ് ചെയ്യുന്ന കണ്ട് അബ്ബാസ്ക പഠിപ്പിച്ചത്. അബ്ബാസ്ക പഠിപ്പിച്ചെന്ന്. അപ്പൊ അബ്ബാസ്കയ്ക്ക് താങ്ക്സ് പറയണ്ടേ? അബ്ബാസ്കയ്ക്ക് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. മോന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണത്. അപ്പൊ ഇതുപോലെ എല്ലാ ഫേവറേറ്റ് സോങ്സും നമ്മുടെ ഈ സ്റ്റേജില് പാടി നമ്പർ 1 ആവണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുജാത ആന്റി. ഭരത് നല്ല എനർജറ്റിക് ആയിട്ടാണ് പാടിയത്. വളരെ നന്നായിരുന്നു. ഭരത് സ്വാമി എന്താണ് ചെരുപ്പിട്ട് പാടിയത്? ചെരുപ്പിട്ട് ഡാൻസ് ചെയ്യാൻ കഷ്ടപ്പെട്ടില്ലേ? മറന്നുപോയി ഊരൻ അല്ലേ? വിട്ടുപോയി. അത് ശരി. പിന്നെ ഭരത് എന്നുള്ള ആ പേര്, അതില് നമ്മുടെ സംഗീതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളാണ് അടിസ്ഥാനമായിട്ടുള്ളത്. അത് 3 അടങ്ങിയിരിക്കുന്ന ഒരു പേരാണ് ഭരത്തിന്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏതൊക്കെയാ? ഭാവം, രാഗം, താളം, മിടുക്കൻ. മിടുക്കൻ. അപ്പൊ ഇത് ത്രൂ ഔട്ട് ഭാവരാഗ താളങ്ങൾ ശ്രദ്ധിക്കണം. ഉണ്ട്, അത് 3 ഉണ്ട്. പക്ഷെ കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിരുന്നു. താങ്ക് യു ടീച്ചർ. അടുത്തതായി നമുക്ക് വേണു അങ്കിളിനോട് ചോദിക്കാം അല്ലേ? മോനെ, ക്ലീൻ സിംഗിങ്. ഗുഡ്. തെറ്റ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് മോന്റെ പാട്ടില്. വളരെ ക്ലീൻ ആണ്, ശ്രുതിശുദ്ധമാണ് സംഗതികളെല്ലാം. പിന്നെ ഈ പറഞ്ഞ പോലെ 1-2 സ്ഥലത്ത് മോനെ ഒരു തക്കിടി തകലിടി മേളം അവിടെയൊക്കെ ഒന്ന് തപ്പുന്നുണ്ടായിരുന്നു. ഒരു കൊഞ്ചലിന്റെ ഒരു ഭാഗമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നല്ല സ്പീഡായിരുന്നു അല്ലെ പാട്ട്. ബുദ്ധിമുട്ടാണ് അത് പാടാനായിട്ട്. ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല ശ്വാസ നിയന്ത്രണം വേണം. മനസ്സിലായി. മോൻ എത്ര അടി പൊക്കമുണ്ട്? നോക്കിയിട്ടില്ല. അല്ല, എനിക്കൊരു സംശയമുണ്ട്. എത്രയേ ഉള്ളൂ? നമ്മളെ KG വിഷ്ണുവിനെ അറിയാം മോനെ? ഇയാളെ പകരം ഒരു റിപ്ലേസ്മെന്റ് ആവുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. നന്നായിട്ട് പാടി മോനെ. എനിക്കൊന്ന് അവസാനം ആവാൻ നേരത്തെ ഒരു ചെറിയ സ്ലിപ്പ് വന്നു അല്ലേ? പല്ലവിയിലെ ശ്വാസം പോയി തോന്നുന്നു അല്ലേ? അത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. മോനെ ഈ ഡാൻസേഴ്സിന്റെ കൂടെ നന്നായിട്ട് അവരോടൊപ്പം ചുവട് വെച്ചപ്പോഴും പാട്ടിന് ഒരു തെറ്റ് സംഭവിച്ചില്ല കേട്ടോ. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഒരു പാട്ടുകാരന് വേണ്ട ഗുണമുണ്ട്, പെർഫോമറിന് വേണ്ട ഗുണമുണ്ട്. അപ്പൊ ഇതിനി എല്ലാ റൗണ്ടുകളിലും ഇത് ഇമ്പ്രൂവ് ചെയ്ത് വരണം. നിസ്സാരമായ തെറ്റുകളൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. മോനെ സ്വതസിദ്ധമായ സംഗീതമുണ്ട്, അത് ഭംഗിയായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വേണു അങ്കിൾ. അപ്പൊ നമ്മള് 3 ജഡ്ജസിന്റെയും കമന്റ്സ് കേട്ടു. ഇനി മാർക്സ് ചോദിക്കാം. ആരുടെ ചോദിക്കണം ആദ്യം? പറഞ്ഞോളൂ. സുജാത ആന്റി. നല്ല കുറെ മാർക്ക് കിട്ടുന്ന പ്രതീക്ഷയോടെ ആയിരിക്കും അല്ലേ? ഓക്കെ, സുജാത ആന്റി. ഭരത്തിന് ഞാൻ 37.
out of 45. Venu uncle? 37 മോനെ. Again 37 out of 45. Omnukutti. 6. 6 out of 10. Apam your total is 80, which is not bad. ആദ്യമായിട്ട് വന്ന് പാടിയിട്ട് 80 കിട്ടിയില്ലേ? അടിച്ചോണ്ട് പോയി 80. അടുത്തത് ഭരത്തിന്റെ പ്രിയം റൗണ്ട് ആണല്ലേ? അതിൽ നമുക്ക് ഇനിയും കൂടുതൽ മാർക്ക് മേടിക്കണം. ഓക്കെ?